ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ രാവിലെ വീട്ടിൽ പോയായിരുന്നു കേട്ടോ. ആരെങ്കിലും പഠിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഭയങ്കര മിറ്റും തുപ്പൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഞാനപ്പോൾ നമ്മുടെ അയ്യത്തൊക്കെ ഒന്ന് ചുറ്റിപ്പാറി നടന്നു. നമ്മുടെ കുരുമുളകും ഊട്ടിയാപ്പിളും പിന്നെ നമ്മുടെ താമരയൊക്കെ താണ്ടെ വിരിഞ്ഞ് വന്നതാണ്. പക്ഷേ ഭയങ്കര മഴയല്ലേ, ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരിയായിപ്പോയി. പിന്നെ നമ്മുടെ പിച്ചിപ്പൂ, അത് മാത്രം എത്ര മഴ പെയ്താലും പൊഴിയത്തും ഇല്ല, നല്ല മണമായിരിക്കും. അത് സൂപ്പറാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ നമുക്ക് പെരയുടെ മണ്ടയ്ക്ക് വരെ ഒന്ന് പോയാലോ. അവിടെ ചെന്നപ്പം കൃഷികളൊക്കെ അതേപടിയുണ്ട്. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഓരോ സമയത്ത് ഓരോരോ കൃഷി കേട്ടോ. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം നല്ല വിളഞ്ഞ് വന്നിട്ടുണ്ട്. ആരോമലിന് പറിക്കാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ താഴോട്ട് നോക്കിയപ്പോഴത്തേന് ആശാനോടെ നല്ല വൃത്തിക്കൊക്കെയാണ് തൂക്കുന്നത്. അപ്പം ഇനി എനിക്ക് തൂക്കാനൊരു ആളായല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ താഴെ വന്ന് നല്ല ചമ്മന്തിക്കറിയൊക്കെ ഉണ്ടാക്കി. ദോശയാണ് കേട്ടോ മെനുവിൽ. അപ്പം കടുക് വറുത്ത് ഉള്ളിയൊക്കെ ഇട്ട് തേങ്ങ അരപ്പ് വെച്ചു. തിളപ്പിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് ചൂടാവും, അത്രയേ ഉള്ളൂ. അപ്പോഴത്തന്നെ നമ്മുടെ കറി റെഡിയായി. പിന്നെ നമ്മുടെ സ്വന്തം ആവി പറക്കുന്ന ദോശ ഉണ്ടാക്കി കേട്ടോ. നല്ല പൂ പോലത്തെ നല്ല സോഫ്റ്റ് ദോശയായിരുന്നു. ഞാൻ വീഡിയോ എന്താ ഇത്രയും സൂം ചെയ്തതെന്നറിയോ, അതിനകത്ത് ആവി പറക്കുന്നത് നന്നായിട്ട് കാണാൻ പറ്റുമല്ലോ. പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒന്നുകൂടെ സൂം ചെയ്തപ്പോൾ നന്നായിട്ട് ആവി പറക്കുന്നത് കാണാൻ പറ്റി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ആരോമലും അച്ഛനും കൂടെ നമ്മുടെ ജാതിക്ക പറിക്കാൻ പോയി. ജാതി ചോദിക്കരുതെന്നല്ലേ. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഏണിയൊക്കെ വെച്ച് ജാതിക്കയൊക്കെ പറിച്ച് വിളഞ്ഞതൊക്കെ നമ്മൾ പൊട്ട് കായൊക്കെ അവിടെ നിർത്തിയേക്കും. വിളഞ്ഞത് ആ റെഡ് കളർ വരുന്നതെല്ലാം നമ്മളിങ്ങെടുക്കും. എന്നിട്ട് ഇത്രയാണ് കിട്ടിയത് കേട്ടോ. എന്നിട്ട് പിന്നെ അച്ഛനും ആരോമലും ഏണിയെ വെച്ച് മണ്ടയ്ക്കുള്ളതൊക്കെ ഹൈറ്റ് കയറി പറിച്ചു. പിന്നെ തോട് സാധാരണ അച്ചാറിടും ചിലപ്പം. പിന്നെ ഞങ്ങൾ മണ്ടയ്ക്ക് പോയി ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പറിച്ചു. ഒരെണ്ണത്തിനകത്ത് തുറക്കുമ്പോൾ വെള്ള, ഒരെണ്ണത്തിനകത്ത് റെഡുമായിട്ടാണ് വെച്ചത്. പക്ഷേ ഇത് രണ്ടും റെഡായിട്ടാണ് കിട്ടിയത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ വാങ്ങിക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റുണ്ട് നമ്മൾ വീട്ടിൽ വെക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് കേട്ടോ. ആരോമൽ ഭയങ്കര ഇഷ്ടമാണ്. അവനത് കഴിച്ച് ചുണ്ടിലൊക്കെ തേച്ചുകൊണ്ടൊക്കെ നടക്കുക. ബാക്കി വീഡിയോ പിന്നാലെ ഇടാൻ.